ഹോർമുസിൽ അമേരിക്കയുടെ ഉപരോധത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പേർഷ്യൻ ഗൾഫിനും ഒമാൻ കടലിനും വലിയ ഭീഷണി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതായത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള അമേരിക്കയുടെ സഖ്യകക്ഷികളായുള്ള രാഷ്ട്രങ്ങളുടെ ഒരു തുറമുഖവും സുരക്ഷിതമായിരിക്കില്ല എന്നാണ് ഇറാൻ പറയുന്നത്. സുരക്ഷ എല്ലാവർക്കും അല്ലെങ്കിൽ ആർക്കും വേണ്ട എന്ന നിലപാടിലേക്ക് ഇറാൻ മാറുന്ന പശ്ചാത്തലം ഏറെ ഗൗരവതരമാണ്. യുഎസുമായി സഖ്യത്തിലുള്ള രാജ്യങ്ങളിലെ തുറമുഖങ്ങളും തങ്ങളുടെ ഭീഷണിക്ക് കീഴിലെന്നാണ് ഇറാന്റെ വെല്ലുവിളി. അതായത് പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് വീണ്ടും ഇരു രാജ്യങ്ങളും കടക്കുന്നോ എന്നുള്ള സന്ദേഹം ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കുണ്ട്. ഹോർമുസിലൂടെയാണ് ഇറാൻ തുടക്കത്തിൽ തിരിച്ചടിച്ചതെങ്കിൽ ഇപ്പോൾ ഹോർമുസ് തന്നെ ആയുധമാക്കി ട്രംപിന്റെ നീക്കം ഇറാനെ ചില്ലറയൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ 3 കപ്പലുകൾ ഇറാൻ അധികൃതർ നിർദ്ദേശിച്ച പാതയിലൂടെ 3 കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വി ആർ കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, അടിക്ക് തിരിച്ചടി, അതായത് സുരക്ഷ ആർക്കുമില്ലെങ്കിൽ തങ്ങൾക്കും സുരക്ഷ ആർക്കും ഉണ്ടാകില്ല, തങ്ങൾക്കില്ലെങ്കിൽ എന്ന വ്യക്തമായ ഭീഷണിയാണ് ഇറാന്റെ ഭാഗത്തുണ്ടാകുന്നത്. അതിനവർ ആയുധമാക്കുന്നത് മറ്റ് തുറമുഖങ്ങളെയാണ്. അമേരിക്ക ഇത്തരത്തിൽ നിലപാടുകളുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായും മറ്റു തുറമുഖങ്ങളുടെ സുരക്ഷിതത്വം കൂടി പ്രധാനമാണ്. നേരത്തെ നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളടക്കം വലിയ ആക്രമണം നടത്തിയിരുന്നു ഇറാൻ. വലിയ സമ്മർദ്ദം ആ രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തരത്തിലൊരു ഭീഷണി കൂടി വരുമ്പോൾ എന്താണ് ട്രംപിന്റെ മുമ്പിലുള്ള പുതിയ വഴി? രഞ്ജിത്ത്, പശ്ചിമേഷ്യൻ യുദ്ധം സങ്കീർണമായ മറ്റൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നു. ഹോർമുസിൽ മറ്റൊരു യുദ്ധസന്നാഹവുമായി ഒരു പടയൊരുക്കം തന്നെ US തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 7:30 മുതലാണ് ട്രംപ് പ്രഖ്യാപിച്ച പോലെ തന്നെ കപ്പലുകൾ ഉപരോധിക്കാൻ തുടങ്ങിയത്. US നാവികസേന അതോടൊപ്പം തന്നെ സെൻട്രൽ കമാൻഡും ഇതിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. നൈറ്റ് ഓപ്പറേഷൻസിൻ്റെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത്. ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 13 US പടക്കപ്പലുകൾ ഇതിനോടകം തന്നെ ആ തീരത്തുണ്ട്. വിവിധ കപ്പലുകളെ തടയും എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പല കപ്പലുകൾക്കും നോട്ടീസ് നൽകുകയും ചെയ്തു. ഇറാൻ തുറമുഖങ്ങളിലേക്ക് പുറപ്പെടുന്നതും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് മടങ്ങി വരുന്നതുമായ കപ്പലുകളെയാണ് ഇത്തരത്തിൽ തടയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതനുസരിച്ചായിരിക്കും വരും മണിക്കൂറുകളിൽ US നാവികസേനയുടെ പ്രവർത്തനവും. എന്തായാലും നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്നലെ രാത്രി ഇറാന്റെ പ്രാദേശിക സമയം 10 മണിയോടുകൂടിയാണ് ഈ ഉപരോധം നിലവിൽ വന്നത്. ഇതിനുശേഷം മറൈൻ ട്രാഫിക് AIS ഡേറ്റ പ്രകാരം ഉപരോധം നിലവിൽ വന്ന ശേഷം 2 കപ്പലുകൾക്ക് ഗതാഗതം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. റിച്ച് സ്റ്റാറി, അത് ക്രൂഡ് ഓയിലുമായി വന്ന കപ്പലാണ്, ചൈനയിലേക്കുള്ള യാത്രയിലായിരുന്നു. ഈ ഉപരോധം തുടങ്ങി 10:01 ഈ കപ്പൽ അവിടേക്ക് എത്തിയത്. പക്ഷേ യാത്ര പൂർത്തിയാക്കാനാകാതെ യു-ടേൺ എടുക്കുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. മറ്റൊന്ന് ഓസ്ട്രിയ എന്ന പേരിലുള്ള ഒരു ടാങ്കർ വെസലാണ്. ഈ ടാങ്കർ വെസലും യാത്ര പൂർത്തിയാക്കാനാകാതെ തിരിച്ചുവിട്ടു. അതേസമയം നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇറാൻ 2 കപ്പലുകൾ അവിടെ കടന്നു എന്ന വിവരവും പുറത്തു വരുന്നു, സുരക്ഷിതമായി കടന്നു എന്ന വിവരവും പുറത്തു വരുന്നു. എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധം മറ്റൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നു. ഹോർമുസ് ആണ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രം. ഹോർമുസിൽ അമേരിക്ക പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ ഇറാൻ ഇതിനോട് പ്രതികരിച്ചത് ഹോർമുസിൽ എന്തെങ്കിലും തരത്തിലുള്ള സൈനിക നടപടികൾക്ക് അമേരിക്ക മുതിർന്നാൽ അത് വെടിനിർത്തൽ കരാർ ലംഘനമായി കണക്കാക്കും എന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. ഇറാൻ പ്രതിനിധി സംഘത്തെ ഇസ്ലാമാബാദ് ചർച്ചകളിൽ നയിച്ച ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ പ്രതികരണവും അതുതന്നെയായിരുന്നു. ഒറ്റ വരിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. ഇഫ് യു ഫൈറ്റ് വി വിൽ ഫൈറ്റ്. അതായത് ആക്രമണം ആണ് US ലക്ഷ്യമിടുന്നത് എങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനാണ് ഇറാനും ലക്ഷ്യമിടുന്നത്. അത് കൃത്യമായ സന്ദേശമാണ്. മറ്റൊന്ന്, ഏതെങ്കിലും തരത്തിൽ ഹോർമുസിൽ ഇറാന്റെ അസറ്റുകൾക്ക് നേരെ അമേരിക്കയുടെ നാവിക ഇടപെടലോ കപ്പൽ തടയുന്ന തരത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയോ ചെയ്താൽ ഗൾഫ് രാജ്യങ്ങളിലെ തുറമുഖങ്ങൾ ഒന്നും സുരക്ഷിതമായിരിക്കില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു. അതായത് നേരത്തെ യുദ്ധത്തിൽ എന്ത് തരത്തിലുള്ള സമീപനമാണോ സ്വീകരിച്ചത്, അതായത് ഇറാനുമേൽ US നടത്തിയ വ്യോമാക്രമണം തിരിച്ച് പ്രത്യാക്രമണം എന്ന രീതിയിൽ മിഡിൽ ഈസ്റ്റിലെ US അസറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണം. സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇറാൻ നൽകുന്നത്. എന്തായാലും നിലവിൽ സാഹചര്യങ്ങൾ കലുഷിതമായ നിലയിലേക്ക് പോയിട്ടില്ല. കപ്പലുകൾ തടയുന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നു. 2 കപ്പലുകൾക്ക് യാത്ര പൂർത്തിയാക്കാൻ കഴിയാത്ത വിവരങ്ങൾ പുറത്തു വരുന്നു. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഈ സമ്മർദ്ദ തന്ത്രം അത് എത്രത്തോളം ഫലം കാണും എന്നത് കാത്തിരിക്കേണ്ടതുണ്ട്. 2 ലക്ഷ്യങ്ങളാണ് അമേരിക്കയ്ക്ക് ഹോർമുസിലെ ഈ പടയൊരുക്കത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. 2 കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം ഇറാനുള്ള സാമ്പത്തിക, ഇറാൻ്റെ സർക്കാരിനും അതോടൊപ്പം തന്നെ സൈന്യത്തിനുമുള്ള സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കുക. അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്ന സാഹചര്യം
അതുണ്ടാക്കുക. അതായത് ഈ ഹോർമുസിലൂടെയുള്ള ഗതാഗതം തടഞ്ഞാൽ അത് കേവലം ഈ രണ്ട് രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയല്ല, ആഗോള തലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. അതുകൊണ്ട് തന്നെ അതാണ് സാഹചര്യം. ഇതിനിടയിൽ കപ്പലുകൾക്ക് അമേരിക്ക നോട്ടീസ് നൽകി തുടങ്ങി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി. അതായത് ഹോർമുസ് വഴി കടക്കാൻ ഒരുങ്ങുന്ന കപ്പലുകൾക്ക് അമേരിക്കൻ സേനയടക്കം നോട്ടീസ് നൽകി തുടങ്ങി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് ഏറെ ഗൗരവതരമായ സാഹചര്യമാണ്. ഉപരോധം ലംഘിക്കുന്ന കപ്പലുകളെ പിടിച്ചെടുക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കുന്നത്. ഇറാൻ ഹോർമുസ് തുറക്കണമെന്ന അവസാനത്തെ മുന്നറിയിപ്പും അമേരിക്ക നൽകുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ, കാർത്തിക് പറഞ്ഞതുപോലെ, ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് സംശയമില്ല. ഇതിനകം തന്നെ 158 ഇറാനിയൻ കപ്പലുകൾ കടലിന്റെ അടിത്തട്ടിലാണ് എന്ന്, അതായത് യുദ്ധത്തിനിടയിൽ ഇത്രത്തോളം കപ്പലുകളെ, ഇറാൻ കപ്പലുകളെ അമേരിക്ക തകർത്തു എന്നാണ് അവകാശവാദമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇറാന്റെ തീരവും ഊർജ്ജ മേഖലയും അടക്കം ഞങ്ങളുടെ പരിധിയിലാണ് എന്നുള്ള വെല്ലുവിളി കൂടി ട്രംപിന്റെ ഭാഗത്തുണ്ടാകുന്നത് ഏറെ നിർണായകമാണ്. അതായത് ഒരു തരത്തിലും പിറകോട്ടില്ല, കപ്പലുകൾക്ക് രാജ്യമെന്നുള്ള പരിഗണനയില്ല. ഏതു രാജ്യത്തു നിന്ന് കപ്പലുകൾ ഇറാനിലേക്ക് വന്നാലും ഇറാനിൽ നിന്ന് പുറത്തേക്ക് പോയാലും അത് തടയും എന്ന് വളരെ വ്യക്തമാക്കുകയാണ് അമേരിക്ക. അതേസമയം മറ്റു രാജ്യങ്ങളിലെ കപ്പലുകൾക്ക്, മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് നിയന്ത്രണമില്ല എന്നും വ്യക്തമാക്കുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്ത, നോട്ടീസുകൾ കപ്പലുകൾക്ക് നൽകുന്നു, തുടർന്ന് മുന്നറിയിപ്പുകൾ നൽകുന്ന പശ്ചാത്തലമാണ്. അത്തരത്തിൽ കാര്യങ്ങൾ കടുപ്പിക്കുകയാണ് കാർത്തിക് അമേരിക്ക ആ മേഖലയിൽ. ഈ യുദ്ധം ആരംഭിച്ച ശേഷം പല ഘട്ടങ്ങളിലും ട്രംപ് ഉന്നയിച്ച അവകാശവാദം ഇറാന്റെ നാവികസേനയെ പൂർണ്ണമായി തകർത്തു എന്നതാണ്. പക്ഷേ പലപ്പോഴും ഹോർമുസിൽ കഴിഞ്ഞ 6 ആഴ്ച നീണ്ടുനിന്ന യുദ്ധത്തിൽ നിസ്സഹായരായി നിൽക്കുന്ന US പടയെയാണ് നമ്മൾ കണ്ടത്. കാരണം മൈനുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്ക അവർക്കുമുണ്ട്. മൈൻ ഡിസ്ട്രോയറുകൾ, ഈ മൈനുകൾ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ടെക്നിക്കൽ ഡിഫിക്കൽറ്റീസ് ഉണ്ട് എന്ന് ഇറാന്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങളും വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും ഹോർമുസിൽ വളരെ ശക്തമായ ഒരു നിലപാട് തന്നെ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നു. 13 പടക്കപ്പലുകളെ അവിടെ വിന്യസിച്ചുകൊണ്ട് ഈ കൃത്യമായ സന്ദേശങ്ങൾ അതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നൽകിയിരിക്കുന്നു. അതായത് ഏത് തരത്തിലാണ് അമേരിക്ക ഈ നേവൽ ബ്ലോക്കേഡ് നടപ്പാക്കുന്നത് എന്നത് നിർണായകമാണ്. ഇറാൻ തീരത്ത് നിന്ന് വരുന്ന കപ്പലുകളാണ് തടയും എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റ് ഗൾഫ് തീരങ്ങളിൽ നിന്ന് അവിടേക്ക് പ്രവേശിക്കുന്നതും അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതുമായ കപ്പലുകൾ തടയില്ല എന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് എങ്ങനെയാണ് പ്രായോഗികമായി നടപ്പാക്കുക എന്നതിൽ വരും മണിക്കൂറുകളിൽ തന്നെ കണ്ടറിയണം. ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കുന്നത് ഈ കപ്പലുകൾക്ക് നോട്ടീസ് നൽകും, കൃത്യമായ പരിശോധന ഉണ്ടാകും, ആ പരിശോധനയ്ക്ക് വിധേയമായ ശേഷം മാത്രമേ കപ്പലുകളെ കടത്തിവിടുകയുള്ളൂ എന്ന വിവരങ്ങളാണ് US സെൻട്രൽ കമാൻഡിനെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തു വരുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഇതിനകം തന്നെ ഇറാന്റെ തുറമുഖങ്ങളിലും തീരപ്രദേശങ്ങളിലുമായി 15-ലധികം യുദ്ധക്കപ്പലുകൾ അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. USS ട്രിപ്പോളി എന്ന ഏറ്റവും വലിയ അമേരിക്കയുടെ പടക്കപ്പൽ ഈ മേഖലയിൽ മാസങ്ങളായി തുടരുന്നുണ്ട്. ഇത് അറബിക്കടലിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതായത് നോട്ടീസ് നൽകുക, ഈ കപ്പലുകളെ തടയുക എന്നടക്കമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. F-35B ലൈറ്റ്നിംഗ് 2 സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങളും MV-22 ഓസ്പ്രേക യുദ്ധവിമാനങ്ങളും ഇതിലുണ്ട്. അതായത് യുദ്ധവിമാനങ്ങളുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഇത്തരം കപ്പലുകളെ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് അമേരിക്ക എത്തുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. പട്ടാളക്കാരെ കരയിലിറക്കാനും നാവിക വ്യോമസേനകളെ സഹായിക്കാനും ഒരുപോലെ കഴിയുന്നവയാണ് ഈ ഇത്തരം കപ്പലുകൾ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അറേബ്യൻ ഗൾഫിലെയും ഒമാൻ ഉൾക്കടലിലെയും ഉൾപ്പെടെ ഇറാന്റെ തുറമുഖങ്ങളിലേക്കും തീരപ്രദേശങ്ങളിലേക്കും പ്രവേശിക്കുന്നതിനും അവിടെ നിന്ന് പുറപ്പെടുന്നതുമായ എല്ലാ കപ്പലുകൾക്കുമാണ് ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഉപരോധം ഒരുപോലെ ബാധകമായിരിക്കുമെന്ന് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലം നിർണായകമാണ്. എന്നാൽ മറ്റ് തുറമുഖങ്ങളിലേക്ക്, നേരത്തെ പറഞ്ഞതുപോലെ ഹോർമുസ് കടലിടുക്കിലൂടെ മറ്റ് തുറമുഖങ്ങളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന കപ്പലുകളെ തടയില്ല എന്ന് സൈന്യം വ്യക്തമാക്കിയത് ഏറ്റവും നിർണായകമായ സാഹചര്യമാണ്. ഇതിനിടയിൽ ഗൾഫ് രാജ്യങ്ങൾ വലിയ തോതിൽ ഇറാനെതിരെ രംഗത്ത് വരുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ഗൾഫ് കടലിടുക്ക് അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ സ്വത്തല്ല എന്നാണ് UAE വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോർമുസിനെ മോചിപ്പിക്കാൻ UAE അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തിറങ്ങും എന്നുള്ള സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. UAE പ്രസിഡന്റ് ബഹറിൻ രാജാവിനെ കണ്ടു. മധ്യസ്ഥ ചർച്ചകളിൽ വിട്ടുവീഴ്ച മനോഭാവം വേണമെന്ന് ഖത്തർ ഇറാനോട് ആവശ്യപ്പെടുന്നു. സമുദ്രപാതകളെ വിലപേശൽ ഉപകരണമാക്കരുത് എന്നും ഖത്തർ വളരെ പ്രധാനപ്പെട്ട വിവരമായി നൽകുന്ന സാഹചര്യമുണ്ട്. കാർത്തിക്, ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടൽ ഏറെ നിർണായകമാണ്. നമുക്കറിയാം, ഏറ്റവും അധികം ഈ യുദ്ധത്തിൽ പ്രശ്നം സംഭവിച്ചത് ഗൾഫ് രാജ്യങ്ങൾക്കാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ തുറമുഖങ്ങളെ ആക്രമിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അതിനിടയിലാണ് ഇത്ര വലിയ ഇടപെടൽ ഈ രാജ്യങ്ങൾ കൂടി ചേർന്ന് നടത്തുന്നത്.
രഞ്ജിത്ത്, UAE, ഖത്തർ, ബഹ്റിൻ അടക്കമുള്ള രാജ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ സജീവമായി ചർച്ചകൾ നടത്തുന്നത്. ഖത്തർ തലവൻ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് സമുദ്രത്തെയും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ജലപാതകളെയും വിലപേശൽ ഉപകരണമാക്കി മാറ്റരുത് എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചത്. അതായത് ഖത്തറും സ്വരം കടുപ്പിക്കുന്നു. UAE ആകട്ടെ നേരത്തെ തന്നെ കടുത്ത നിലപാട് അറിയിച്ചു. ഹോർമൂസ് ഇറാൻ്റെ സ്വത്തല്ല എന്ന തരത്തിലായിരുന്നു UAE തലവൻ്റെ പ്രതികരണം. അങ്ങനെ ഗൾഫ് രാജ്യങ്ങൾ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. സ്വാഭാവികമായും ഒരു രണ്ടാം റൗണ്ട് ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ അടക്കം ശക്തമായ സമ്മർദ്ദം ഇറാനുമേൽ ഉണ്ടാവേണ്ടതുണ്ട്. ഈ UAE പ്രസിഡന്റ് ബഹ്റിൻ രാജാവുമായി മനാമയിൽ കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിലും ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടന്നു. ഇറാൻ വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോകണം എന്ന നിലപാടാണ് പൊതുവിൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിക്കുന്നത്. എന്തായാലും സമുദ്രപാതകളെ വിലപേശൽ ഉപകരണമാക്കരുതെന്ന അഭിപ്രായമാണ് ഈ രാജ്യങ്ങൾക്ക് ഉള്ളത്. ഈ രാജ്യങ്ങളിലെ തുറമുഖങ്ങൾ അടക്കം സുരക്ഷിതമല്ല എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് മിഡിൽ ഈസ്റ്റിലെ ഈ രാജ്യങ്ങളുടെ അവർ തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളും അതോടൊപ്പം തന്നെ ബാക്ക്ഡോർ ആശയവിനിമയങ്ങളുമൊക്കെ സജീവമായി തുടരുന്നത്. ഒരു രണ്ടാം റൗണ്ട് ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഇടപെടൽ സഹായിക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നതും രഞ്ജിത്ത്. തീർച്ചയായും ഇതിനിടയിൽ നമുക്കറിയാം പാകിസ്ഥാൻ്റെ ഇടപെടലിലാണ് ചർച്ചകൾ നടന്നു വന്നത് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അത് പരാജയമായിരുന്നു. മധ്യസ്ഥ റോള് വഹിക്കാൻ പാകിസ്ഥാന് ഫലപ്രദമായി കഴിഞ്ഞില്ല എന്ന ആക്ഷേപം അതിനുശേഷം ആ രാജ്യം കേട്ടു. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് റഷ്യ, അതായത് വൻശക്തിയായ റഷ്യ ഈ ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കുകയാണ്. ഇത്തരത്തിൽ റഷ്യ വരുമ്പോൾ ഇറാന്റെ യുറേനിയം അടക്കം തങ്ങൾ സൂക്ഷിക്കാമെന്നുൾപ്പെടെയുള്ള ഫോർമുലകൾ ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം യുറേനിയം സമ്പുഷ്ടീകരണമാണല്ലോ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഈ ചർച്ചകൾ പൊളിയാൻ ഉള്ള കാരണമായി മാറിയത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പുടിൻ ഫോണിൽ സംസാരിച്ചു. ഇറാന് ഈ മധ്യസ്ഥ ശ്രമം സമ്മതമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്ക കൂടി പക്ഷെ നമുക്കറിയാം ഈ വിഷയത്തിൽ സമ്മതം അറിയിക്കേണ്ടി വരും. കാരണം ഇറാനും അമേരിക്കയും തമ്മിലാണ് ചർച്ച നടത്തേണ്ടത്. റഷ്യയും അമേരിക്കയും അത്ര സുഖത്തിലുള്ള രാജ്യങ്ങളല്ല എന്ന് നമുക്കറിയാം. അവിടെയാണ് അമേരിക്കയുടെ കൂടി സമ്മതം ഈ ചർച്ചകൾക്ക് ആവശ്യമായി വരുന്നത്. ട്രംപിൻ്റെ തീരുമാനത്തെ ഇപ്പോൾ ഈ ഹോർമൂസിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ട്രംപിൻ്റെ തീരുമാനത്തെ അതിനിശിതമായി റഷ്യ വിമർശിച്ച പശ്ചാത്തലവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്നാണ് ഈ ഇറാനെ റഷ്യ സഹായിക്കുന്നു എന്നുള്ള അമേരിക്കൻ വിമർശനം തുടരുന്നു എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട നയതന്ത്ര രഹസ്യങ്ങളടക്കം ഇറാന് ചോർത്തിക്കൊടുക്കുന്നു എന്നുള്ള വിമർശനം അമേരിക്ക ഉന്നയിക്കുന്ന സാഹചര്യവും നിർണായകമാണ്. കാർത്തിക്, ഇപ്പോൾ പാകിസ്ഥാൻ്റെ മധ്യസ്ഥ ചർച്ച പൊളിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് വലിയ പേരുദോഷം ആ രാജ്യം കേട്ടു. ഇപ്പോൾ റഷ്യ ഇടപെടുമ്പോൾ ഇറാനുമായി അത്ര അടുപ്പമുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഒപ്പം ആഗോള സാമ്പത്തിക ശക്തി എന്ന നിലയിലുള്ള അഡ്വാൻറ്റേജ് കൂടി റഷ്യയ്ക്കുള്ള സ്ഥിതിക്ക് ഇതിനെ അമേരിക്ക കൂടി സമ്മതിച്ചാൽ ഒരു മധ്യസ്ഥ ശ്രമം അത് ഫലപ്രദമാകുമെന്ന് കരുതാമോ? യുക്രൈനുമായി നിലവിൽ യുദ്ധത്തിലുള്ള രാജ്യമാണ് റഷ്യ. അങ്ങനെ യുദ്ധത്തിലുള്ള രാജ്യം റഷ്യയുമായി പല ഘട്ടങ്ങളിലും ഈ യുദ്ധം പരിഹരിക്കാൻ, അതായത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ഇടപെടലുകൾ പല കോണുകളിൽ നിന്നും ഉണ്ടായി. അതിനോടൊക്കെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ സമീപനം എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് സജീവമായ ഇടപെടലുകൾ ഈ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഉണ്ടാകുന്നു എന്നത് ശ്രദ്ധേയമാണ്. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുൻകൈയെടുക്കാൻ തയ്യാറാണ് എന്നിവരെ ഒരു ഘട്ടത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി റഷ്യൻ പ്രസിഡന്റ് ചർച്ച നടത്തി. ഈ ചർച്ചയിലാണ് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകാൻ തയ്യാറാണെന്നും ആവശ്യമായ ചർച്ചകൾക്ക് സന്നദ്ധമാണെന്നും അതിന് തയ്യാറാണെന്നുമൊക്കെ റഷ്യ വ്യക്തമാക്കിയത്. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇറാനിലെ സമ്പുഷ്ടീകരിച്ച ഒരു യുറേനിയം, അതായത് ആണവായുധമാക്കാൻ കെൽപ്പുള്ള രീതിയിൽ 60% സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം യുറേനിയം ഇറാന്റെ കൈവശം ഉണ്ടായിരുന്നു. അത് ഇറാന് പുറത്തേക്ക് കൊണ്ടുപോകണം എന്നതായിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം. ആ ഘട്ടം മുതൽ തന്നെ പുടിൻ വ്യക്തമാക്കിയത് ഈ യുറേനിയം റഷ്യയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാണ് എന്നതായിരുന്നു. ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുലകളിൽ ഒന്ന് അതുതന്നെയാണെന്ന് മനസ്സിലാക്കണം. അതായത് സമ്പുഷ്ടീകരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന യുറേനിയം, അതായത് ആണവായുധമാക്കാൻ കെൽപ്പുള്ള, ആണവ പോർമുനയ്ക്ക് കെൽപ്പുള്ള ശേഷിയുള്ള ആ യുറേനിയം കൈമാറാൻ ഇറാൻ സന്നദ്ധമായാൽ അത് കൊണ്ടുപോകാൻ തയ്യാറാണെന്ന് റഷ്യയും വ്യക്തമാക്കുന്നു. പക്ഷേ ഇതിനോടൊക്കെ അമേരിക്കയുടെ നിലപാട് എങ്ങനെയിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും തുടർന്നുള്ള ചർച്ചകൾ. എന്തായാലും റഷ്യയ്ക്ക് പുറമെ
തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഘട്ടത്തിൽ സജീവമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വ്യാഴാഴ്ച ഒരു 2ാം റൗണ്ട് ചർച്ചകൾക്ക് വഴിയൊരുങ്ങും. അതൊരു പക്ഷേ തുർക്കിയിലോ ജനീവയിലോ ആയിരിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അല്പം മുമ്പ് US പ്രസിഡന്റ് ട്രംപിൻ്റെയും അതോടൊപ്പം തന്നെ JD വാൻസിൻ്റെയും ഒക്കെ പ്രതികരണം മണിക്കൂറുകൾക്ക് മുൻപ് ഉണ്ടായിരുന്നു. ആ പ്രതികരണങ്ങളിൽ ട്രംപ് വ്യക്തമാക്കുന്നത് ഇറാൻ വാണ്ട്സ് എ ടോക്സ്, അതായത് ഇറാൻ ഒരു ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്ന തരത്തിലായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം. മാത്രമല്ല പന്ത് ഇപ്പോൾ ഇറാൻ്റെ കോർട്ടിലാണെന്ന് JD വാൻസും വ്യക്തമാക്കി. അതായത് പുതിയ സാഹചര്യങ്ങൾ ഉരുത്തിരിയും. ഹോർമൂസിലെ ഈ സമ്മർദ്ദം ഒരു പക്ഷേ ഇറാന് വലിയ തോതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല. മാത്രമല്ല അത് അവരെ സാമ്പത്തികമായി വലിയ തോതിൽ ബാധിക്കുകയും മറ്റ് രാജ്യങ്ങൾ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു 2ാം റൗണ്ട് ചർച്ചകൾക്കുള്ള സാധ്യതകൾ അത്ര വിദൂരമല്ല. ഏപ്രിൽ 21 വരെയാണ് നിലവിൽ വെടിനിർത്തലിനുള്ള കാലാവധി. അതായത് ഇനി 9 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ 9 ദിവസത്തിനുള്ളിൽ 2ാം ഘട്ട ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. കാരണം വെടിനിർത്തലിന് മുമ്പ് തന്നെ ചർച്ചകൾ പൂർത്തിയാക്കണമെന്നായിരുന്നു നേരത്തെ രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണ. ഇതനുസരിച്ച് ഒരു ചർച്ച ഉരുത്തിരിയും എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കാർത്തിക്, തുടരുക. ഇപ്പോൾ നമുക്ക് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അത് കഴിഞ്ഞ ദിവസം തന്നെ സംഭവിച്ചതാണ്. ട്രംപ് മാർപ്പാപ്പ തർക്കം അതിരൂക്ഷമായി തുടരുകയാണ്. മാപ്പ് പറയില്ല എന്ന് ട്രംപ് നേരത്തെ മാർപ്പാപ്പയെ അത് നിശിതമായി വിമർശിച്ചിരുന്നു. ട്രംപിൻ്റെ യുദ്ധക്കൊതിയാണ് മാർപ്പാപ്പ എതിർത്തത്. അതിൽ ശക്തമായ നിലപാട് മാർപ്പാപ്പ സ്വീകരിച്ചത് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യത കിട്ടിയിരുന്നു. പക്ഷേ ഈ കുറ്റകൃത്യങ്ങളോടുള്ള മൃദു സമീപനം സ്വീകരിക്കുന്ന ആളാണ് ട്രംപ് മാർപ്പാപ്പ എന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ വീണ്ടുമുള്ള അവകാശവാദം. ഈ വിഷയത്തിൽ താൻ ഒരിക്കലും മാപ്പ് പറയാൻ തയ്യാറല്ല എന്ന് ട്രംപ് പറയുന്നു. തൻ്റെ ഭരണകൂടത്തിൻ്റെ ഇറാൻ നയങ്ങളെ എതിർക്കുന്നതിനെയും വലിയ തോതിൽ വിമർശിക്കുകയാണ് ട്രംപ് എന്നുള്ളതാണ്. അതേസമയം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന് അമേരിക്കക്കാരൻ കൂടിയായ ലിയോ 14 മാർപ്പാപ്പ അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്. സന്ദേശങ്ങൾ സുവിശേഷത്തിൽ അധിഷ്ഠിതമാണ്. യുദ്ധത്തിന് താനും തൻ്റെ സഭയും എതിരാണ്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. ഭരണകൂടത്തെയോ സത്യം ഉറക്കെ പറയുന്നതിനെയോ താൻ ഭയപ്പെടുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. സമാധാനത്തിന് വേണ്ടി വീണ്ടും വീണ്ടും ശബ്ദമുയർത്തുമെന്നുള്ളത് സഭയുടെ ദൗത്യമാണ് എന്നാണ് പറയുന്നത്. ഒപ്പം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് യുദ്ധത്തിനെതിരെ സംസാരിക്കാൻ തനിക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ടെന്നും അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ് മാർപ്പാപ്പ എന്നത് ശ്രദ്ധേയമാണ്. ഇതിനിടയിൽ ഇത്തരം രൂക്ഷ വിമർശനത്തിന് പിന്നാലെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, സ്വയം യേശുവായി ചിത്രീകരിച്ച് തൻ്റെ സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ രംഗത്ത് വരുന്ന ട്രംപിൻ്റെ കാഴ്ചയാണ്. ഇത് വലിയ വിമർശനമാണ് ആഗോളതലത്തിൽ ഉയർത്തിയത്. ട്രംപിൻ്റെ പോസ്റ്റിൽ രോഗശാന്തി നൽകുന്ന യേശുവായി സ്വയം ചിത്രീകരിക്കുന്ന AI ചിത്രമാണ് പങ്കുവച്ചത്. നമുക്കറിയാം, ട്രൂത്ത് സോഷ്യൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ട്രൂത്ത് സോഷ്യലിനോട് ഏറെ പ്രിയമുള്ള ഒരാൾ കൂടിയാണ് ട്രംപ്. തൻ്റെ പ്രസ്താവനകൾ, തൻ്റെ യുദ്ധപ്രഖ്യാപനങ്ങളൊക്കെ ട്രൂത്ത് സോഷ്യലിൽ കൂടിയാണ് ട്രംപ്. വെല്ലുവിളികളും മറ്റും പങ്കുവെക്കുന്നത് പലപ്പോഴും ട്രൂത്ത് സോഷ്യലിലൂടെയാണ്. ഇവിടെയാണ് യേശുവിനോട് ഉപമിച്ചുകൊണ്ടുള്ള തന്നെ സ്വയം യേശുവായി ചിത്രീകരിക്കുന്ന ഒരു AI ചിത്രം ട്രംപ് പങ്കുവെക്കുന്നത്. അമേരിക്കൻ പതാകയുടെ പശ്ചാത്തലത്തിലുള്ളതാണ് ഈ ചിത്രം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ളത്. പ്രേക്ഷകർക്ക് ഈ ചിത്രം ഇപ്പോൾ ലോകമാകെ വൈറലായ ഈ ചിത്രം നമ്മുടെ സ്ക്രീനിൽ കൂടി കാണാം. സൈനികർ, വിമാനങ്ങൾ, നഴ്സുമാർ, രോഗികൾ എന്നിവരെയൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഈ ചിത്രത്തിൽ താന് ഇവരുടെയൊക്കെ ഏതോ വലിയ തലപ്പത്തുള്ള ഒരാളാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ദൃശ്യം കൂടിയാണ്. ശരിക്കും ആഗോള തലത്തിലുള്ള ക്രിസ്തുമത വിശ്വാസികളെ അപമാനിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഇത് എന്നുള്ള വ്യാഖ്യാനമാണ് വന്നിരിക്കുന്നത്. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ശനിയാഴ്ച നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെ യുദ്ധം അവസാനിപ്പിക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു. ഇത് ട്രംപ് ഭരണകൂടത്തിന് വിമർശനവും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ചിത്രം പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ വിമർശനം ആഗോളതലത്തിൽ ഉയർന്നതിനെ തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഈ ചിത്രം ട്രംപ് പിൻവലിക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ടാവുകയാണ്. ഇതിപ്പോൾ വലിയ ചർച്ചയാകുന്നു ലോകത്ത്. സഭകളുടെ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. കാർത്തിക്, ഇതിപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇത്തരം പ്രവർത്തികൾ ആദ്യമായല്ല. അദ്ദേഹത്തിന് പലതരത്തിലുള്ള ജൽപ്പനങ്ങളും പ്രവർത്തികളുമൊക്കെ വലിയ വിമർശന വിധേയമായിട്ടുണ്ട്. കിറുക്കൻ പ്രസിഡന്റ് എന്ന് ട്രംപിൻ്റെ ശത്രുക്കൾ പലപ്പോഴും വിശേഷിപ്പിക്കുന്നതും പ്രധാനമാണ്. ഇപ്പോൾ ശരിക്കും എന്താണ് ട്രംപിന് സംഭവിച്ചത് എന്നുള്ള ചർച്ചയിലാണ് ലോകരാജ്യങ്ങൾ, അല്ലേ? ഈ വെടിനിർത്തലിന് മുൻപ് തന്നെ ട്രംപും മാർപ്പാപ്പയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പല വിമർശനങ്ങളും നടത്തിയിരുന്നു. അതിനുള്ള മറുപടിയും വത്തിക്കാനിൽ നിന്ന് വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ. അതായത് ട്രംപിൻ്റെ ഈ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ ആകില്ല എന്ന തരത്തിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ നിലപാട് കൂടി വന്നിരിക്കുന്നു. അതായത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ട്രംപിൻ്റെ
ഈ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റും അതോടൊപ്പം തന്നെ അടുത്ത കാലത്തായി പോപ്പിനെതിരെ ഉന്നയിച്ച വിമർശനങ്ങളും ചർച്ചയാവുകയാണ്. നേരത്തെ ഇറാനെ ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കുന്ന തരത്തിലാണ് പോപ്പിൻ്റെ നിലപാടുകൾ. അത് ഇറാനെ ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കുന്നതിൽ തെറ്റില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പോപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന ശക്തമായ വിമർശനം ട്രംപ് ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മറുപടിയുമായി മാർപ്പാപ്പയും രംഗത്തെത്തിയത്. സ്വാഭാവികമായും ഇപ്പോൾ രാഷ്ട്രീയ പ്രതികരണങ്ങളിൽ നിന്ന് മാർപ്പാപ്പ വിട്ടുനിൽക്കണം എന്നൊരു പ്രതികരണം JD വാൻസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു, അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. അത്തരത്തിൽ വലിയ തോതിൽ ചർച്ചയാവുകയാണ് ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റും അതോടൊപ്പം തന്നെ മാർപ്പാപ്പയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ. തുടരുക കാർത്തിക്. അഡ്വക്കേറ്റ് PP ജോസഫ് ഉണ്ട്, ഗ്ലോബൽ കാത്തലിക് കോൺഫറൻസിന്റെ പ്രതിനിധിയായി. ശ്രീ PP ജോസഫ്, ഇതിപ്പോൾ ട്രംപിന്റെ പല കിറുക്കുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ മാർപ്പാപ്പയ്ക്ക് നേരെയാണ് വെല്ലുവിളിയും ഇത്തരം സ്വയം യേശുവായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങളുമൊക്കെ പുറത്തുവിടുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ട്രംപിന് പറ്റിയത് എന്നാണ് വിലയിരുത്തേണ്ടത്? ശ്രീ PP ജോസഫ്, അതിലേക്ക് വരാം. ഇപ്പോൾ നമുക്ക് ആ ചിത്രങ്ങൾ ഒന്നുകൂടി പ്രേക്ഷകരെ കാണിക്കാം. ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ സ്വയം യേശുവായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ട്രംപിൻ്റെ ചിത്രം. ശ്രീ ഫിലിപ്പ് കവീൽ കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായുണ്ട്. ശ്രീ ഫിലിപ്പ് കവീൽ, താങ്കൾ ശ്രദ്ധിച്ചു കാണും സ്വയം യേശുവായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ്. യഥാർത്ഥത്തിൽ മാർപ്പാപ്പയോട് വലിയ പോരാണ്. മാർപ്പാപ്പ തൻ്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അമേരിക്കക്കാരനായ മാർപ്പാപ്പയാണ്, നമുക്കറിയാം. പക്ഷേ അദ്ദേഹം പറയുന്നത് താൻ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങില്ല, രാഷ്ട്രീയ സമ്മർദ്ദമല്ല, യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് സഭയുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്നാണ്. പക്ഷേ അവിടെയാണ് പ്രകോപിതനായ ട്രംപിൻ്റെ പുതിയ നീക്കം. എന്ത് കരുതണം? ഡൊണാൾഡ് ട്രംപിന്റെ ഈ നീക്കത്തെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിന്റെ ആദ്യം തന്നെ പോകേണ്ട കാര്യമുണ്ട്. ബൈബിളിൽ പറയുന്ന ഒരു ആദ്യ പാപം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് മനുഷ്യൻ സ്വയം ദൈവമായി ചിത്രീകരിച്ചതാണ് സത്യത്തിൽ ആദ്യ പാപത്തിന്റെ അടിസ്ഥാന തത്വം തന്നെ. അതായത് മനുഷ്യൻ തന്റെ സ്രഷ്ടാവിനെ നിരാകരിച്ച് സ്വയം ദൈവമായി പ്രതിഷ്ഠിച്ചു. അത് തന്നെയാണ് ഇപ്പൊ ഇദ്ദേഹവും ചെയ്യുന്നത്. അധികാരം എന്ന് പറയുന്നത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. സർവ്വ അധികാരവും ദൈവത്തിൽ നിന്ന് വരുന്നതെന്നാണ് ക്രൈസ്തവ വിശ്വാസം. ഈ അധികാരം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ, സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടിയായിട്ടുള്ളതായിരിക്കണം. നമ്മൾ ജനാധിപത്യത്തിലാണെങ്കിലും അധികാരം എന്തിനാണ്? അവിടെയുള്ള ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ മാന്യദേഹം ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന് അമേരിക്കയുടെ ശക്തി മുഴുവൻ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഈ ശക്തി തന്നിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന അധികാരം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തം. അവിടെയാണ് പോപ്പ് ലിയോ മാർപ്പാപ്പയുടെ വാക്കുകൾ പ്രസക്തമാകുന്നത്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ഈ മനുഷ്യകുലത്തിന്, മാനവരാശിക്ക് വേണ്ടത് സമാധാനമാണ്. പ്രശ്നങ്ങളില്ലാത്ത ലോകമില്ല. പ്രശ്നങ്ങൾ സമവായത്തിലൂടെ പരിഹരിക്കപ്പെടണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിലല്ല ശാശ്വതമായ സമാധാനമെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. മാർപ്പാപ്പ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, അധികാരം ഏറ്റെടുക്കുക എന്നുള്ളതല്ല എന്റെ ഉദ്ദേശം. മനുഷ്യകുലത്തിന്റെ മനസാക്ഷിയാണ് ഒരു മാർപ്പാപ്പ എന്ന് പറയുന്ന ആള്. അതായത് സഭയും അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഹിന്ദു ആണേലും ക്രിസ്ത്യൻ ആണേലും മുസ്ലിം ആണേലും ഈ ലോകത്തിൽ എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ സംജാതമാക്കണം. അതാണ് ഭരണാധികാരികളുടെ അടിസ്ഥാനപരമായ ധർമ്മം എന്ന് പറയുന്നത്. അതാണ് മാർപ്പാപ്പ പറഞ്ഞത്. അത് പറയുമ്പോൾ മാർപ്പാപ്പയ്ക്കെതിരായി പറയുന്ന ട്രംപ് ഒരു നശീകരണ ശക്തിയുടെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ കാണണം. ഇത് ആരാണേലും ഇത് നമുക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ്. ജാതിയുടെ, മതത്തിന്റെ, വംശത്തിന്റെ പേരിൽ മറ്റുള്ളവരെ ആക്രമിച്ച് കീഴടക്കുന്നതല്ല, അവരെയും ചേർത്ത് നിർത്തി എല്ലാവർക്കും സ്നേഹത്തോടെ എല്ലാവരോടും ഇടപെടാൻ സാധിക്കുക. അതാണ് ശരിക്കും യേശുക്രിസ്തു പഠിപ്പിച്ചത്. യേശുക്രിസ്തു പഠിപ്പിച്ചത് എന്താണ്? ബൈബിളില് ശത്രുവിനെ പോലും സ്നേഹിക്കാനാണ് പറഞ്ഞത്. അല്ലാതെ നിന്റെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാനല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ചിലർ പറയും പഴയ നിയമത്തില് അങ്ങനെ അല്ലല്ലോ കാണുന്നത്. പഴയ നിയമത്തിൽ നിന്നും എത്രയോ വ്യതിചരിച്ച് പുതിയ നിയമത്തിലേക്ക്, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ സ്നേഹമാണ് ഈ ഊഴിയുടെ അഖില സാരം എന്ന കവിയുടെ ആ പ്രകടനം തന്നെയാണ് ബൈബിളിലും പറയുന്നത്. സ്നേഹമാണ് ആത്യന്തികമായി നിലനിൽക്കുന്നത്. പരസ്പരം സ്നേഹിക്കുക, പരസ്പരം ക്ഷമിക്കുക, പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ചേർത്ത് പിടിക്കുക. അതാണ് മനുഷ്യകുലത്തിന്റെ നന്മയ്ക്ക്, സമാധാനത്തിന് വേണ്ട. അതാണ് മാർപ്പാപ്പ പറയുന്നത്. അസന്നിഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്തു. ഫാദർ ഫിലിപ്പ് കവീലാണ് ഈ വിഷയത്തിൽ സംസാരിച്ചത്. അഡ്വക്കേറ്റ് PP ജോസഫ് ഗ്ലോബൽ കാത്തലിക് കോൺഫറൻസിന്റെ പ്രതിനിധിയുണ്ട്. ശ്രീ PP ജോസഫ്, നമുക്കറിയാം യുദ്ധം തൻ്റെ കാലത്ത് താൻ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന ഒരു നേതാവാണ് എന്നും
താൻ അവസാനിപ്പിച്ച പല യുദ്ധങ്ങളും ലോകത്ത് ചൂണ്ടിക്കാണിക്കുകയും മറ്റും ചെയ്ത ട്രംപാണ് ഇപ്പോൾ ഇറാനെ ഒതുക്കാനായി ഇറങ്ങി ലോക പരാജയം നേടി ഇപ്പോൾ ഇത്തരം കിറുക്കുകൾ കാണിക്കുന്നത്. സംശയമില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പോരിപ്പോൾ മാർപ്പാപ്പയോടാണ്. സമാധാനത്തിനായി ആരാഗ്രഹിക്കുന്നോ അവരെ ഇല്ലാതാക്കുക എന്നുള്ള ഈ ഒരു നിലപാടിനെ എങ്ങനെ കാണണം? ഇത് അംഗീകരിക്കാനാവുന്ന ഒന്നല്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കാവുന്നതാണല്ലോ. തീർച്ചയായും. അതായത് മാർപ്പാപ്പ വളരെ അസന്നിഗ്ധമായി പറഞ്ഞു. മറ്റു പലർക്കും ഇത് തുറന്നു പറയാൻ ധൈര്യമില്ലാത്തപ്പോൾ ആർക്കെങ്കിലും ധൈര്യം വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്കക്കാരനായ മാർപ്പാപ്പ ഈ വിഷയത്തിൽ ട്രംപിനോട് പ്രതികരിച്ചത്. നമുക്ക് ഈ ലോകത്തിൽ വേണ്ടത് ശാന്തിയും സമാധാനമാണ്, അല്ലാതെ യുദ്ധവും അക്രമവും അല്ല. ശിലായുഗത്തിലും മധ്യയുഗത്തിലും നടന്ന കണക്ക് അക്രമത്തിലൂടെയും യുദ്ധങ്ങളിലൂടെയും രാജ്യങ്ങൾ പിടിച്ചെടുക്കുകയും രാജ്യങ്ങളെ ഇല്ലാതാക്കുവാനും അല്ല ചെയ്യേണ്ടത്. ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവർക്കും സമാധാനവും സമത്വവും ആണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ പരസ്പര ധാരണയിലൂടെ പരസ്പര സംസാരത്തിലൂടെ ലോകത്ത് സമാധാനം വരുത്തണം എന്നാണ് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നത്. പിന്നെ ട്രംപ് തന്റെ ഇച്ഛാഭംഗം കൊണ്ടും അമേരിക്കയുടെ പ്രസിഡന്റ് നിലയിലുള്ള അതിന്റെ അഹംഭാവത്തിന്റെ മൂർത്തിഭാവം ആയതുകൊണ്ടും ഒക്കെ ഇങ്ങനെ പെരുമാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊന്നും ഈ കാര്യത്തിൽ ട്രംപിനെ തിരുത്തുവാനോ എന്തുകൊണ്ട് നമ്മൾ ചിന്തിച്ചു പോകേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ലോകക്രമത്തിന് മാറ്റം വന്നിരിക്കുന്നു. UN പരാജയപ്പെട്ടിരിക്കുന്നു. യുണൈറ്റഡ് നേഷൻ പരാജയപ്പെട്ടിരിക്കുന്നു. ലോകത്തിൽ ഒരു ശക്തിക്കും ഇത്തരം കാര്യങ്ങൾ ഇടപെടാനോ യുദ്ധം അവസാനിപ്പിക്കാനോ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ഒന്നും മിണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ അവസ്ഥയിലാണ് ആ രീതിയിലേക്ക് അമേരിക്കയെ മകളിലേക്ക് കൊണ്ടു നിർത്തിയപ്പോൾ മാർപ്പാപ്പയുടെ സ്വരമാണ് അവിടെ വേറിട്ട് നിൽക്കുന്നത്. മറ്റു രാജ്യങ്ങളൊക്കെ ഒരു പരിധിവരെ യുദ്ധത്തിനെ ട്രംപിനെ സഹായിക്കുന്നു, കുറച്ചുപേർ ഇറാനെ സഹായിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലോകത്തിൽ സമാധാനം നിലനിർത്താൻ ഒരു ഒറ്റ വ്യക്തിയുള്ളത് മാർപ്പാപ്പ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് മാർപ്പാപ്പയുടെ വാക്കുകൾ ലോകം കാതോർക്കുന്നത്. അത് നിശ്ചയമായും ധൈര്യത്തോടെയുമാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള അജണ്ടയുടെ ആവശ്യമില്ല. ട്രംപ് എന്തു തന്നെ ആയിക്കോട്ടെ ഭരണകൂടത്തെ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് ക്രൈസ്തവ മാനവികതയുടെ ഏറ്റവും മകുട ഉദാഹരണമാണ്. ക്രൈസ്തവരുടെ അഭിഷിക്തനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ പ്രതിനിധിയായ മാർപ്പാപ്പയ്ക്ക് അങ്ങനെ മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറം ഒന്നും പറയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് ഒരു പരിധിവരെ സമാധാനം നിലനിൽക്കുന്നതും ശാന്തി നിലമാടുന്നതും ഈ ക്രൈസ്തവ വിശ്വാസം ഈ ലോകത്തിലുള്ളതിന്റെ കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയുടെ ആ വാക്കുകളെ പൂർണ്ണമായും നമ്മൾ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. തീർച്ചയായും നന്ദി ശ്രീ അഡ്വക്കേറ്റ് പി ജോസഫ് താങ്കളുടെ പ്രതികരണത്തിന്. ഏതായാലും സഭകൾ ഈ വിഷയത്തിൽ രംഗത്ത് വരും ദിവസങ്ങളിൽ ട്രംപിനെതിരെ എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വയം യേശുവായി ചിത്രീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസ സമൂഹത്തെ വലിയ തോതിൽ അത് വ്രണപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ ട്രംപിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അമേരിക്കയിലും ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ എതിർപ്പുകൾ ഉയരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. ട്രംപിൻ്റെ യുദ്ധക്കൊതി, ട്രംപിൻ്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട പരാജയം, നീക്കമൊക്കെ അമേരിക്കയിൽ വ്യാപകമായി ചർച്ചയായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്ന സർവേകളിൽ പോലും വലിയ വിഭാഗത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽപ്പെട്ട വോട്ടർമാർ പോലും ട്രംപിൻ്റെ അനുകൂലികൾ പോലും ഇത്തരത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ കൂടി ട്രംപിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. ഏതാണ്ട് 1-2 മണിക്കൂറോളം ട്രൂത്ത് സോഷ്യലിൽ ഈ പോസ്റ്റ് ഉണ്ടായിരുന്നു. വിമർശനം ഉയർന്നതിനെ തുടർന്നാണ് ഈ ചിത്രം അദ്ദേഹം പിൻവലിക്കുകയും മറ്റും ചെയ്തത്. സ്വയം യേശുവായി ചിത്രീകരിച്ച് രോഗശാന്തി നൽകുന്ന യേശുവായി സ്വയം ചിത്രീകരിച്ചുള്ള AI ചിത്രം. ഇതിൽ വിവിധ ആളുകളുടെ, രോഗികളുടെയും നഴ്സുമാരുടെയും പട്ടാളക്കാരുടെയും ഒക്കെ ചിത്രം ബാക്ക്ഗ്രൗണ്ടായി അമേരിക്കൻ പതാകയും നൽകിക്കൊണ്ടാണ് ട്രംപ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തത് എന്നുള്ളത് ഏറെ കൗതുകകരമായ, വിമർശന വിധേയമായ ഒന്നായി മാറുകയും ചെയ്തു. പ്രധാനപ്പെട്ട ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്.